ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ ബ്രെഡോ മുട്ടയോ സവാള ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോണേ മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഇവിടെ ഒരു അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതാട്ടോ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഉള്ളി ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് മസാലപ്പൊടികളൊക്കെ കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റിൻ്റെ പകുതി ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞതാട്ടോ. ഇനി അതും കൂടി അതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് സോസ് കയ്യിലില്ലെങ്കിൽ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഒരു തക്കാളി ഇതേപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്താലും മതി കേട്ടോ. ഇനി നമ്മുടെ പ്രധാന ഐറ്റമാണ് ഇതിലേക്ക് ഉള്ളത് മുട്ട. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് കേട്ടോ ഈ ഒരു ബ്രെഡിന് എടുത്തിരിക്കുന്നത്. അതും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ഇട്ട ശേഷമാണ് കേട്ടോ മുട്ട ഒഴിക്കാൻ. എന്നാൽ തന്നെ നമ്മുടെ ആ മുട്ടേൻ്റെ നനവ് തട്ടിയിട്ട് ഈ ബ്രെഡൊക്കെ നല്ല സോക്കായി വരുള്ളൂ. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് മതി കേട്ടോ, ഒന്ന് മൂടി വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മുട്ടയും ബ്രെഡും ഒക്കെ നല്ലോണം സോക്കായിട്ട് മസാലയൊക്കെ പിടിച്ച് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളുടെ ഈ കിടിലൻ റെസിപ്പി റെഡി ആയിട്ടോ. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും വീട്ടിൽ ബ്രെഡൊക്കെ വാങ്ങുമ്പോൾ ഇത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇത് ഉണ്ടാക്കാൻ നല്ല സിമ്പിളാണ്. നമുക്കിതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.